സാന്നിധ്യം ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓർത്തിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല. ഇന്നും കരുതലിൽ വഹിച്ചവനേ മനോവ്യഥകൾ നീ എന്നും കണ്ടു മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യഥകൾ നീ എന്നും കണ്ടു മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല. ഇന്നും കരുതലിൽ വഹിച്ചവനേ നന്ദിയല്ലാതില്ലൊന്നുമില്ല. ഇന്നും കരുതലിൽ വഹിച്ചവനേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായമാണല്ലോ നാം കഴിഞ്ഞ ചില അവസരങ്ങളിലായി ചിന്തിച്ചു വന്നത്. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 3 വാക്കുകളിൽ സംഗ്രഹിക്കാമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണും. 1 ഡെഡിക്കേഷൻ, 2 ഡിവോഷൻ, 3 ഡിസിഷൻ. ഡെഡിക്കേഷൻ ആരുടേത്? അബ്രഹാമിൻ്റെ ഡെഡിക്കേഷൻ. ഡിവോഷൻ ആരുടേത്? ദാസൻ്റെ ഡിവോഷൻ. ഡിസിഷൻ ആരുടേത്? റിബേക്കയുടെ ഡിസിഷൻ. 3 വാക്കുകളിൽ ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം സംഗ്രഹിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അബ്രഹാമിൻ്റെ ഡെഡിക്കേഷനെ കുറിച്ച് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. ദി എക്സാമ്പിൾ ഓഫ് എബ്രഹാംസ് ഡെഡിക്കേഷൻ. അബ്രഹാമിൻ്റെ സമർപ്പണം, അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണം, ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ചെയ്തതായ ഉടമ്പടി, ദൈവത്തോട് പറഞ്ഞ വാക്ക്, അബ്രഹാം ദൈവസന്നിധിയിൽ ചെയ്തതായ ചില തീരുമാനങ്ങൾ, ചില ഉടമ്പടികൾ, ദൈവസന്നിധിയിലുള്ളതായ ചില സമർപ്പണങ്ങൾ. എന്നാൽ രണ്ടാമത്തെ കാര്യം ദാസൻ്റെ ഡിവോഷനാണ്. എലിയാസാർ എന്ന് പറയുന്ന ദാസൻ്റെ ഡിവോഷൻ, അബ്രഹാമിനോടുള്ളതായ ആ കടപ്പാട്, അബ്രഹാമിനോടുള്ളതായ യജമാനോടുള്ളതായ വിശ്വസ്തത. ദ സെർവൻസ് ഡിവോഷൻ ടുവേഡ്സ് എബ്രഹാം. ദി എക്സാമ്പിൾ ഓഫ് സെർവൻസ് ഡിവോഷൻ. ദാസൻ്റെ യജമാനോടുള്ളതായ വിശ്വസ്തത.
യജമാനോടുള്ളതായ പ്രതിബദ്ധത, യജമാനോടുള്ളതായ കടപ്പാട്, യജമാനോടുള്ളതായ ഭക്തി. എന്താണത്? ദ ഡിവോഷൻ ഓഫ് ദ സെർവൻറ്റ് ടുവേഡ്സ് ഏബ്രഹാം. അബ്രഹാമിൻ്റെ നേരെയുള്ളതായ ഡിവോഷൻ. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 10 മുതൽ 49 വരെ വാക്യങ്ങളിൽ സുദീർഘഭാഗം മുഴുവൻ ഈ എലിയാസാറിൻ്റെ ഡിവോഷനെ കുറിച്ചാണ് പറയുന്നത്. എലിയാസാറിൻ്റെ ആ യജമാനോടുള്ളതായ പ്രതിബദ്ധതയെക്കുറിച്ച്, യജമാനോടുള്ളതായ ഭക്തിപരമായ കടപ്പാടിനെക്കുറിച്ചാണ് പറയുന്നത്. യജമാന സ്നേഹം, യജമാനോടുള്ളതായ ആ വാക്ക് പാലിക്കുന്നതായ തൽപരത, അതാണ് നാം കാണുന്നത്. 10-ാം വാക്യം മുതൽ 49-ാം വാക്യം വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാം. തൻ്റെ യാത്രയെ യഹോവ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് മിണ്ടാതിരുന്നു. അവൾ ഒട്ടകങ്ങൾക്ക് വെള്ളം കോരിക്കൊടുത്തു. ദൂരയാത്ര ചെയ്തു വരുന്ന എലിയാസാറിൻ്റെ ഒട്ടകങ്ങൾക്ക് അവൾ വെള്ളം കോരിക്കൊടുത്തു. എലിയാസാറിന് ഒട്ടകങ്ങൾക്കും ഒരുപോലെ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ എലിയാസാർ ഒരു കാര്യം ചെയ്തു. 1/2 ശേക്കൽ തൂക്കമുള്ള ഒരു പൊന്മൂക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ 10 ശേക്കൽ തൂക്കമുള്ള 2 പൊൻവിളയും കൊടുത്തു. നീ ആരുടെ മകൾ? പറക, നിൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാപാർപ്പാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. അവൾ അവനോട്, ഞാൻ നാഹോരിന് മിൽക്ക പ്രസവിച്ച മകനായ ബെഥുവേലിൻ്റെ മകൾ ആകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും വേണ്ടുവോളമുണ്ട്, രാപാർപ്പാൻ സ്ഥലവുമുണ്ട് എന്നും അവൾ പറഞ്ഞു. എല്ലാം ദൈവികമായ ഒരു നടത്തിപ്പാണ്. റിബേക്കയെ ഇസ്ഹാക്കിന് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടി ദാസൻ വന്ന് നിൽക്കുകയാണ്. ആരാണ് മണവാട്ടിയാകാൻ പോകുന്നതെന്ന് ദാസൻ അറിഞ്ഞുകൂടപ്പോൾ അന്വേഷിച്ച് വരികയാണ്. അബ്രഹാം നിർദ്ദേശിച്ചതനുസരിച്ച് ഹാരനിലേക്ക് യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ്. പക്ഷേ റിബേക്കയെ കണ്ടു. എന്തോ ഒരു അടുപ്പം തോന്നി. ചെന്നു. ഒട്ടകങ്ങൾ ക്ഷീണിച്ച് തളർന്നു വന്നിരിക്കുകയല്ലേ, ദാഹിച്ച് വലഞ്ഞു വന്നിരിക്കുകയല്ലേ. ദാസനും കൊടുത്തു, ഒട്ടകങ്ങൾക്കും അവൾ വെള്ളം കോരി കൊടുത്തു. ചോദിച്ചു, മോളെ നീ എവിടെയാണ് നിൻ്റെ വീട്? ഞങ്ങൾക്കിന്ന് രാത്രി രാപാർക്കാൻ അവിടെ സ്ഥലമുണ്ടോ ചോദിച്ചു. ഉടനെ പറഞ്ഞു, രാപാർക്കാൻ സ്ഥലമുണ്ട്, ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീനും എല്ലാം വേണ്ടുവോളം ഉണ്ട്. അതിനെപ്പറ്റി പറഞ്ഞതാണ്. അറിഞ്ഞുകൊണ്ടല്ല അവൾ സൽക്കരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടല്ല അവൾ ആ മധുരവാക്ക് പറയുന്നത്. അത് അവളുടെ സ്വഭാവത്തിൽ അലിഞ്ഞു കിടക്കുന്ന നന്മയാണ്. ഇസ്ഹാക്കിന് കിട്ടുന്ന മണവാട്ടിയുടെ സ്വഭാവത്തിൽ അലിഞ്ഞ് ലയിച്ച് ചേർന്നിരിക്കുന്നതായ നന്മയാണത്. മധുരമായ ഭാഷണം, ഹൃദ്യമായ സംഭാഷണം, സ്നേഹാർദ്രമായ സ്വഭാവം, അതവളുടെ രക്തത്തിൽ തന്നെ അലിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു പരിചയവുമില്ലാത്ത ഈ മാന്യനായ മനുഷ്യനോട് ഇത്രയും വിനീതമായും മധുരമായും സ്നേഹമായും അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ വീട്ടിൽ രാപാർക്കാൻ സ്ഥലമുണ്ട്, ഞാൻ ബെഥുവേലിൻ്റെ മകളാണ്, ഞാൻ നാഹോരിന് മിൽക്ക പ്രസവിച്ച ബെഥുവേലിൻ്റെ മകളാണ്, വിശദീകരിച്ച് പറയുകയാണ്. അവിടെ അതൊരു മാന്യതയായിട്ടാണ് നാം കാണേണ്ടത്. കാരണം സംഭാഷണത്തിൽ അധികമായി സംഭാഷണം വരുമ്പോൾ അത് മാന്യതാഹീനമായി കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അടക്കമൊതുക്കമുള്ളവർ ചുരുക്കമേ പറയാവൂ, അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. വാക്കുകളുടെ പെരുപ്പത്തിൽ ലംഘനങ്ങളുടെ ബാഹുല്യമുണ്ട് എന്ന് ശലോമോൻ പറയുന്നുണ്ട് സദൃശവാക്യങ്ങളിൽ. വാക്കുകളുടെ പെരുപ്പത്തിൽ ലംഘനങ്ങളുടെ ബാഹുല്യമുണ്ട്, തെറ്റുകൾ കൂടുതൽ വരും. വാക്കുകൾ ചുരുക്കുക. കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവനായിരിക്കട്ടെ എന്ന് യാക്കോബ് ശ്ലീഹ പറയും 1-ാം അധ്യായത്തിൽ. കേൾപ്പാൻ വേഗത, പറയാൻ താമസം, അതാണ് വേണ്ടത്. പക്ഷേ ചിലപ്പോൾ മാന്യതയുടെ മുഖമുദ്രയായും സംസാരം തീരേണ്ടതാണ്. സാധാരണയായി പെൺകുട്ടികൾ ഒരു അപരിചിതനെ കണ്ടാൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് പറയും, തിരുവചനത്തോട് ചേർത്ത് തന്നെ പറയും, സാധാരണഗതിയിൽ വിവേകമുള്ള സ്ത്രീകൾ അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും അപരിചിതനായ ഒരാളെ കണ്ടാൽ അധികം അങ്ങ് മിണ്ടാനോ ഒന്ന് നിന്നു കൊടുക്കാനോ ഇടയാകാതെ കരുതിക്കൊള്ളുന്നത് നല്ലത്. അതാണ് ലജ്ജാശീലവും സൗമ്യതയും അടക്കമൊതുക്കവും വിവേകവും എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇവിടെ ദൈവിക നടത്തിപ്പനുസരിച്ചാണ് ഇവിടെ എലിയാസാർ വന്നിരിക്കുന്നത്. ദൈവിക നടത്തിപ്പനുസരിച്ചാണ് റിബേക്ക ഇത് പറയുന്നതും. എല്ലാവരുടെയും പിന്നിൽ നിത്യനായ ദൈവത്തിൻ്റെ കരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാക്കുകളെല്ലാം ദൈവം നിയന്ത്രിക്കട്ടെ.
നമ്മുടെ ചലനങ്ങൾ ദൈവം നിയന്ത്രിക്കട്ടെ. ജീവനുള്ള ദൈവം നമ്മെ നിയന്ത്രിക്കട്ടെ, നമ്മെ ഭരിക്കട്ടെ. ഓരോ ചലനത്തിലും കർത്താവിൻ്റെ തിരുമുഖത്ത് നോക്കിയിട്ട് നാം പറയാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ പെരുമാറാൻ തുടങ്ങിയാൽ കേടുപറ്റുകയില്ല. വാക്കുകൾ ചുരുക്കണമോ അധികമാകണമോ അത് ദൈവം നിർണ്ണയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോ വാക്കും പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് പ്രസാദിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? നല്ലതാണത്. നമ്മുടെ വാക്കുകളെ നാം നിയന്ത്രിക്കുക. ദൈവം പ്രസാദിക്കുമോ ഞാൻ ഈ പറയുന്നത്? എൻ്റെ ഈ ഭാവം ദൈവം പ്രസാദിക്കുന്ന ഭാവമാണോ? എൻ്റെ ഈ പെരുമാറ്റത്തിൽ ദൈവം പ്രസാദിക്കുന്ന ഒരു പെരുമാറ്റമാണോ അത്? ഇത് നാം ഒന്ന് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനാത്മകമായി പ്രാർത്ഥിക്കുന്നത് വേറെ ആരും അറിയണ്ട. നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നത് ആരും അറിയണ്ട. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഓരോ ചുവടും വയ്ക്കുന്നതെങ്കിൽ നമുക്ക് പിഴ പറ്റുകയില്ല, നമുക്ക് തെറ്റുപറ്റുകയില്ല. കരുതലോടെ സംസാരിക്കുക, കരുതലോടെ പെരുമാറുക. റിബേക്ക അവിടെ വളരെ കരുതലോടെ സംസാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും വേണ്ടുവോളം ഉണ്ട്, രാപാർപ്പാൻ സ്ഥലവുമുണ്ട് എന്നവൾ പറഞ്ഞു. അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു, കുനിഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. അവിടെ ആ കിണറ്റിൻകരയിൽ നിന്ന് ദാസൻ ദൈവത്തെ സ്തുതിച്ചു. എന്താ പറഞ്ഞത്? എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഈ ദാസന് യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടെന്ന് പറയത്തക്കവണ്ണം അബ്രഹാമിൻ്റെ ദൈവത്തെക്കുറിച്ചൊരു മതിപ്പുണ്ട്. അബ്രഹാമിൻ്റെ ദൈവത്തെക്കുറിച്ച് മതിപ്പുണ്ടാകണമെങ്കിൽ അബ്രഹാമിനെക്കുറിച്ച് മതിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം പറയുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണണമെങ്കിൽ നമ്മെയാണ് അവർ കാണുന്നത്, നമ്മിൽ കൂടി വേണം ക്രിസ്തുവിനെ കാണാൻ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് നാം ക്രിസ്തുവിൻ്റെ പത്രമാണ് എന്ന്, ക്രിസ്തുവിൻ്റെ മുഖപത്രമാണ് എന്ന്. ഇതൊക്കെ പറഞ്ഞു പോയാൽ മതിയോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ടേ? നാം ക്രിസ്തുവിൻ്റെ മുഖപത്രമായി നിൽക്കണ്ടേ? ക്രിസ്തുവിൻ്റെ അതേ റിഫ്ലക്ഷനായിട്ട്, അതേ പ്രതിബിംബനമായിട്ട്, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ കൂടി പ്രതിഫലിക്കത്തക്കവണ്ണം, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ പ്രതിബിംബിക്കത്തക്കവണ്ണം, ക്രിസ്തുവിൻ്റേതായ ഭാവത്തോടെ നാം നിൽക്കണ്ടേ? ആണോ? നാം ചിന്തിച്ച് നോക്കൂ. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ക്രിസ്തുവിൻ്റെ ഭാവമാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങളുടെ ഓരോ ചലനത്തിലും ഓരോ സംസാരത്തിലും ക്രിസ്തുവിൻ്റെ ഭാവത്തോടു കൂടിയാണോ നിങ്ങൾ നിൽക്കുന്നത്? ചിന്തിക്കുമ്പോൾ കാണാം, അയ്യോ കർത്താവേ, പരാജയപ്പെട്ടു പോയി, കഴിഞ്ഞ കാലങ്ങൾ പരാജയപ്പെട്ടു പോയി. അമ്മായിയമ്മയുടെ അടുക്കൽ സംസാരിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവത്തിലോ പിശാചിൻ്റെ ഭാവത്തിലല്ലേ എന്ന് സംസാരിച്ചത്? മരുമകളുടെ അടുക്കൽ പെരുമാറിയപ്പോഴെങ്കിലും സംസാരിച്ചപ്പോൾ ആ സാധു പെൺകുട്ടിയുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തിയപ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവമായിരുന്നുവോ അതോ പിശാചിൻ്റെ നരകഭാവമായിരുന്നുവോ? നരകത്തിൻ്റെ ഭീകരതയുടെ കോപഭാവമായിരുന്നുവോ? നരകത്തിൻ്റെ ഭയാനകത്വത്തിൻ്റെ ഉജ്ജ്വല ഭാവമായിരുന്നുവോ? അല്ല, പരിചയമുള്ളതോ പരിചയമില്ലാത്തതോ ആയ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ നിന്നപ്പോൾ അപ്പോൾ കാമം ജ്വലിച്ചുകൊണ്ട്, കാമഭ്രാന്ത് പിടിച്ചുകൊണ്ട്, ഉള്ളിൽ ഹൃദയത്തിൽ കാമം എരിവരിക്കൊള്ളുകൊണ്ടായിരുന്നുവോ സംസാരിച്ചത്? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. അല്ല നിന്നത്, അല്ല നിങ്ങളെ തന്നെ കാണിച്ചത്. ഓർക്കൂ, ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ക്രിസ്തുവിൻ്റെ ഭാവം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിഞ്ഞാൽ നാം ഭാഗ്യശാലികളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന വ്യാപാരങ്ങളിൽ ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും ക്രിസ്തുവിൻ്റെ ഭാവം നമ്മെ ഭരിക്കട്ടെ, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിലൂടെ സ്ഫുരിക്കട്ടെ. റിബേക്ക ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാസൻ ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ എൻ്റെ യജമാനോടുള്ള ദൈവം വിശ്വസ്തത ഉപേക്ഷിച്ചിട്ടില്ല. ഈ യാത്രയിൽ യഹോവ എന്നെ എൻ്റെ യജമാനൻ്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ട് വന്നുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എത്തേണ്ടിടത്തേക്ക് ദൈവം എന്നെ എത്തിച്ചു. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളെത്തേണ്ടിടത്തേക്ക് നിങ്ങളുടെ യാത്ര എത്തിക്കുവാൻ ദൈവം ശക്തനാണ്. സമർപ്പിക്കൂ. വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു നോക്കൂ. നിങ്ങളെ അവൻ നയിച്ചുകൊള്ളും. നിങ്ങൾക്ക് കേടുപറ്റാതെ അവൻ നടത്തിക്കൊള്ളും. ഞാൻ നിങ്ങൾ പറയാറില്ലേ, പരീക്ഷ എഴുതുന്നൊരു വിദ്യാർത്ഥി പരീക്ഷാ ഹാളിലിരിക്കുമ്പോൾ ദൈവത്തോട് പറയട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, കർത്താവേ, നീ കനിഞ്ഞൻ്റെ അരികിലേക്ക് എഴുന്നള്ളി വരണമേ. ഞാൻ ഈ പരീക്ഷ കടലാസിൽ ഞാൻ ഉത്തരങ്ങൾ എഴുതുമ്പോൾ
അപ്പോഴെല്ലാം നിൻ്റെ കരം എന്നോടുണ്ടായിരിക്കണമേ. നിൻ്റെ മാലാഖമാർക്ക് ചുറ്റും കാവലായി നിൽക്കണമേ. സ്വർഗീയ ഗണങ്ങൾ കാവലായി നിന്നുകൊണ്ട് ഈ പരീക്ഷ എഴുതി പൂർത്തീകരിക്കാൻ ഈ കൃപ തരണമേ. അങ്ങനെ നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വിജയം നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറമായിരിക്കും. നിങ്ങൾ ചിലർക്കെല്ലാം അനുഭവമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ തൊഴിലിലും ഇടപെടുമ്പോൾ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കൂ. ആദിയിൽ ദൈവം, ആദ്യം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കൂ. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾക്കങ്ങനെ ചെയ്യാം. നിങ്ങൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, വിവാഹം ആലോചിക്കുമ്പോൾ, വീട് പണിയാൻ തുടങ്ങുമ്പോൾ, വീടിൻ്റെ ഒരു വീട്ടിൽ കയറി പാർക്കാൻ തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിത്തത്തിന് ഒരു അഡ്മിഷൻ തേടുമ്പോൾ, അഡ്മിഷൻ കിട്ടിയ ഹോസ്റ്റലിൽ പോയി താമസിക്കുമ്പോൾ, ക്ലാസ്സിൽ ആദ്യമായി കയറുമ്പോൾ, ഓരോ ദിവസവും ക്ലാസ്സിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ദൈവതിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചെയ്യൂ. അപ്പോൾ കാണാം ക്രിസ്തുവിൻ്റെ കരം നിങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്നത്. നിങ്ങളുടെ ഓരോ ജീവിത ചെയ്തികളിലും ക്രിസ്തുവിനെ നിങ്ങൾ മുൻനിർത്തുക. ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും ക്രിസ്തുവിനെ നിങ്ങൾ മുൻനിർത്തുക. ക്രിസ്തു നടന്നിയല്ലാത്ത വഴിയിലൂടെ ഞാൻ പോവുകയില്ല എന്ന് നിങ്ങൾ ഉറയ്ക്കുക. ക്രിസ്തു പോകാത്തതായ ഒരു വഴിയിലൂടെ ഞാൻ നീങ്ങുകയില്ല. ക്രിസ്തു ആഗ്രഹിക്കാത്തൊരു കാര്യം ഞാൻ ചെയ്യുകയില്ല. ക്രിസ്തു പ്രസാദിക്കാത്തൊരു കാര്യത്തിൽ ഞാൻ ഇടപെടുകയില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം. ക്രിസ്തുവിൻ്റെ ഭാവം പറയുകയാണ്. ദാസൻ പറയുകയാണ്, വിശ്വസ്തയുടെ പര്യായമായ ദാസൻ പറയുകയാണ്, എൻ്റെ യജമാനോടുള്ള ദയയും വിശ്വസ്തയും ദൈവമേ നീ ഉപേക്ഷിച്ചിട്ടില്ല. ഈ യാത്രയിൽ യഹോവ എന്നെ എൻ്റെ യജമാൻ്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടു വന്നുവല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നടത്തുന്ന ഒരു ദൈവം. സങ്കീർത്തനക്കാരനായ ദാവീദ് 32-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ അതിലെഴുതി ചേർത്തു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്യം ഒന്ന് കാണാതെ പഠിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും നിങ്ങൾ ഈ വാക്യം നിങ്ങൾ ഉള്ളിൽ തന്നെത്താൻ പറയണം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പിന്നെയും പറഞ്ഞു, 73-ാം സങ്കീർത്തനത്തിലാണ്, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇതാ ദൈവം എൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. എൻ്റെ കർത്താവിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീനെന്ന് ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അക്ഷരീയമായൊരു ശബ്ദം കേട്ടു വരികയില്ല. കേൾക്കുന്നുണ്ടോ? നല്ലത്. ചിലരെ കേൾക്കാറുണ്ട്. അല്ല, നിങ്ങൾ കേൾക്കുന്നില്ല, അക്ഷരീയമായൊരു ശബ്ദം കേൾക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഒരു നടത്തിപ്പ് നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ ചുവടുവെപ്പിനും ദൈവികമായ നടത്തിപ്പ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാരണം? അത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പദവി. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തെ കൈക്കൊള്ളുക, അവനെ കൈക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ വിശ്വസിക്കുക. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മകനും മകളുമാകുവാനുള്ള പദവിയും അധികാരവും ദൈവം തന്നിരിക്കുകയാണ്. റോമർ ലേഖനം 8-ാം അധ്യായത്തിൽ പറയും, മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. മക്കളാണെങ്കിൽ നാം അവകാശികളാണ്. സ്വർഗത്തിലെ അപ്പന് നമ്മെ നടത്താൻ കടപ്പാടുണ്ട്. മക്കളാണ്, നമുക്ക് അവകാശമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവകാശം പറഞ്ഞ് ചെല്ലണം. അവകാശം പറഞ്ഞപ്പ, ഞാൻ നിൻ്റെ മകനല്ലേ, നിൻ്റെ തിരുവചന പ്രകാരം ഞാൻ യേശുവിനെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുകയല്ലേ, ഞാൻ യേശുവിനെ കൈക്കൊണ്ടിട്ടുണ്ടല്ലോ. പോരാ കർത്താവേ, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അതുകൊണ്ടാണല്ലോ പാവം വിടാൻ എനിക്ക് കഴിഞ്ഞത്. യേശുവിൻ്റെ നാമത്തെ വിശ്വസിച്ചതുകൊണ്ടാണല്ലോ ഞാൻ പാവത്തെ വിട്ടത്. കഴിഞ്ഞകാല ജീവിതത്തിലെ പാവങ്ങളോട് ഞാൻ യാത്ര പറഞ്ഞുവല്ലോ. കർത്താവേ, ഞാനൊരു പുതിയ മനുഷ്യനായി തീർന്നുവല്ലോ. നിനക്കറിയാമല്ലോ ഞാനൊരു പുതിയ മനുഷ്യനായി തീർന്നുവെന്ന്.
അതുകൊണ്ട് ഞാൻ നിൻ്റെ അവകാശിയായി തീർന്നിരിക്കുന്നു നാഥ. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഈ പ്രശ്നത്തിൽ നീ എനിക്ക് മുൻപേ നിൽക്കണം. ഈ പ്രശ്നത്തെ ഞാൻ അഭിമുഖീകരിക്കുമ്പോൾ എനിക്ക് മുമ്പ് നിന്നുകൊണ്ട് നീ എനിക്ക് വേണ്ടി വാദിക്കണം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി നീ എൻ്റെ കോസ് ചാമ്പ്യൻ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യണം. എൻ്റെ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അവകാശം പറഞ്ഞ് ദൈവത്തോട് ചോദിക്കാം, അധികാരത്തോടെ കടന്നു എന്ന് ചോദിക്കാം. അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. അവകാശി സർവ്വത്തിന് യജമാനല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. പിന്നെ എന്താണ് എനിക്കത് കിട്ടാത്തത്? നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഗലാത്യലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. എന്തുകൊണ്ടാണ് എനിക്കത് കിട്ടാത്തത്? എൻ്റെ കർത്താവിന് സ്തോത്രം. എനിക്ക് ഈ അവകാശമുണ്ടെന്ന് പറയുന്നു, പക്ഷേ എനിക്ക് ചെന്ന് ഈ ധൈര്യം കിട്ടുന്നില്ല, എനിക്ക് ഈ പ്രാഗൽഭ്യം കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് എനിക്കത് കിട്ടാതെ പോകുന്നത്? നിങ്ങൾ പലരുടെയും മനസ്സിൽ ചോദ്യമുണ്ട്. സാർ ഈ പറയുന്നുണ്ട് ശരി, പക്ഷേ എനിക്കത് കിട്ടുന്നില്ലല്ലോ. ഗലാത്യലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അവകാശി സർവത്തിന് യജമാനാണ്. അപ്പന് 1,00,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. പക്ഷേ ഈ മോൻ ചെന്നാൽ ആ രൂപ എടുക്കാൻ പറ്റുകയില്ല. അപ്പൻ്റെ ചെക്ക് ബുക്കുമായിട്ടാണ് പോയത്, ശരി, അവൻ ഒപ്പിട്ട് കൊടുത്തു, പക്ഷേ രൂപ കിട്ടുകയില്ല. അതെന്താണ് കാരണം? അവൻ മൈനറാണ്, അവൻ മേജറാകണം. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മേജറാകാതെ അവകാശം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഒക്കുകയില്ല. നിങ്ങൾ പ്രായപൂർത്തിയാകണം. അതിനെന്ത് വേണം സാറേ? അപ്പോൾ ഒരു 18 വയസ്സ് വരെ കഴിഞ്ഞിട്ടാകാം അല്ലേ? അല്ല പ്രിയരെ, അല്ല, 18 വയസ്സ് വരെ കഴിയണ്ട. എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ നീ നിറയണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നീ നിറയണം. നീ പ്രായവും പക്വതയും പ്രാപിക്കണം. ദൈവവൈതലേ, ദൈവത്തിന് സ്തോത്രം. നീ ജീവിതത്തിൽ പേരിനൊരു ജീവനിൽ നിന്നാൽ പോരാ, ഒരു ചെറിയ തിരിയായി കത്തി നിന്നാൽ പോരാ, ഒരു മിന്നാമിനുങ്ങ് പോലെ കത്തി നിന്നാൽ പോരാ. നീ ജ്വലിക്കുന്നൊരു പന്തമായി മാറണം. ദൈവത്തിന് സ്തോത്രം. ഒരു തിരിയാണെങ്കിൽ കാറ്റ് വന്നാൽ കെട്ടുപോകും. പ്രിയപ്പെട്ടവരെ, ഒരു ചെറുതിരിയാണെങ്കിൽ കാറ്റ് വന്നാൽ കെട്ടുപോകും. എന്നാൽ അതൊരു ബൾബാണെങ്കിൽ കെട്ടുപോകുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ബൾബാണെങ്കിൽ അത് എത്ര കാറ്റൂതിയാലും കെടുകയില്ല. അതിന് ട്രാൻസ്ഫോമറുമായി ബന്ധമുണ്ട്. എൻ്റെ കർത്താവിന് സ്തോത്രം. ട്രാൻസ്ഫോമർ, കേടുവരാത്ത ട്രാൻസ്ഫോമറാണ് ഗോകുൽത്തായിൽ സ്ഥാപിച്ചിരിക്കുന്നത്. എൻ്റെ കർത്താവിന് സ്തോത്രം. അവിടെ നിന്ന് ഇങ്ങോട്ടൊഴുകി വരുന്നത് ആ കറൻറ്റ് ഏതാണെന്നോ അവൻ്റെ തിരുവിലാവിൽ നിന്ന് പൊട്ടിയൊഴുകിയ ചെഞ്ചോരയാണ്. ഓ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ തിരക്തമാണ്. ആ തിരക്തം ഒഴുകി നിൻ്റെ ശരീരങ്ങളിലൂടെ ഒഴുകുന്നതായ ബന്ധം നിനക്കുണ്ടെങ്കിൽ, ദൈവ പൈതലേ, ഇന്ന് നിന്നോട് പറയട്ടെ, നിൻ്റെ ജീവിതത്തിൽ ആ തിരക്തത്തിൻ്റെ ബന്ധം നിനക്ക് കിട്ടിയാൽ, ദൈവത്തിന് സ്തോത്രം, നീ പിന്നെ പതറണ്ട. അവകാശം മുഴുവൻ നിനക്ക് കിട്ടിക്കഴിഞ്ഞു. നീ മേജറാകുന്നു. നിനക്ക് ചെന്ന് ഒപ്പിട്ടെടുക്കാം. അപ്പൻ്റെ സ്വത്ത് മുഴുവൻ നിനക്ക് അവകാശം പറഞ്ഞെടുക്കാം. ദൈവത്തിന് സ്തോത്രം. ആവശ്യം വരുമ്പോഴെല്ലാം ഓടിച്ചെന്ന് അപ്പൻ്റെ ഡിപ്പോസിറ്റിൽ നിന്ന് എടുക്കാം. സ്വർഗത്തിൻ്റെ ഡിപ്പോസിറ്റ് മുഴുവൻ നിനക്കാണ് മകനെ, നിനക്കാണ് മകളെ. സ്വർഗത്തിൻ്റെ ഡിപ്പോസിറ്റ്, സ്വർഗത്തിലെ ജീവനുള്ള പിതാവിൻ്റെ സ്വർഗീയ നിക്ഷേപം മുഴുവൻ, അതിൻ്റെ അവകാശം നിനക്കാണ്. നിനക്ക് ചെന്ന് ഒപ്പിട്ട് വാങ്ങിയെടുക്കാം. ദൈവവൈതലേ, സ്വന്തം സിഗ്നേച്ചർ ഇട്ട് സ്വന്തം സമർപ്പണത്തോടെ നിനക്കത് എടുക്കാൻ സാധിക്കും. അതിനെ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ആത്മനിറവ് പ്രാപിക്കാനാണ് പറഞ്ഞത്. ആത്മാവിൽ നിറയുവീൻ, പരിശുദ്ധാത്മാവിൽ നിറയുവീൻ, പരിശുദ്ധാത്മ തേജസ്സിൽ നിറയുവീൻ. ആത്മനിറവ് എന്ന് പറയുന്നത് അന്യഭാഷയല്ല. ആത്മനിറവ് എന്ന് പറയുന്നത് അത് രോഗശാന്തി വരമല്ല. ആത്മനിറവ് എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ അടയാളങ്ങളുമല്ല. ആത്മനിറവ് സ്നേഹത്തിൻ്റെ നിറവാണ്. ആത്മനിറവ് വിശുദ്ധിയുടെ നിറവാണ്. ആത്മനിറവ് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. ആത്മനിറവ് തേജസ്സിൻ്റെ നിറവാണ്. ആത്മനിറവ് തീയുടെ നിറവാണ്. ആത്മനിറവ് സിരകളിലൂടെ തീ പായുന്ന നിറവാണ്. ആത്മനിറവ് എല്ലാ സിരകളിലൂടെയും ജീവിതത്തിൻ്റെ എല്ലാ കോണുകളിലൂടെയും സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങുന്ന നിറവാണ്. ആ നിറവിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളൊന്നേ ചെയ്യേണ്ടു. കർത്താവേ, നിൻ്റെ ആത്മാവിനാൽ എന്നെ കഴുകണമേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. ഇനിമേൽ ഞാൻ ഒരു പുതിയ മനുഷ്യനായിരിക്കും. ഐ വിൽ നെവർ ബി ദ സെയിം. ഞാൻ പഴയ മനുഷ്യനായിരിക്കുകയില്ല. ഐ വിൽ നെവർ ബി ദ സെയിം. ഞാൻ പഴയ മനുഷ്യനായിരിക്കുകയില്ല. ഐ വിൽ നെവർ ബി ദ സെയിം. ഞാൻ പഴയ മനുഷ്യനായിരിക്കുകയില്ല. സമർപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, അൻപുള്ള രക്ഷിതാവേ,
ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. ജീവൻ്റെ റൂഹ ഞങ്ങളുടെ മധ്യത്തിൽ ഓളം വെട്ടുന്നതിനായി സ്തോത്രം. സ്നേഹത്തിൻ്റെ ജ്വാല ഞങ്ങളുടെ മധ്യത്തിൽ ആളി പടരുന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, നിൻ്റെ ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ബലഹീനരെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ചഞ്ചല ഹൃദയരെ ഉറപ്പിക്കുന്നതിനായി സ്തോത്രം. ബാധകൾ മാറ്റുന്നതിനായി സ്തോത്രം. ശാപങ്ങൾ മുറിച്ച് കളയുന്നതിനായി സ്തോത്രം. കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സമാധാനമില്ലാത്ത ഹൃദയങ്ങളിലേക്ക് ശാന്തി പകരുന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, സ്വഭാവം മലിനപ്പെട്ടു പോയവർക്ക് പുതിയ സ്വഭാവം നൽകുന്നതിനായി സ്തോത്രം. ക്രിസ്തുവിൻ്റെ ഭാവം എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.